സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. നവോദയ സൈനിക് സ്കൂൾ സെലക്ഷൻ ടെസ്റ്റിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഇത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ടേംസ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ്, എപ്പോഴാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് പ്രോഫിറ്റ് ലോസ് ആകുന്നത്, എപ്പോഴാണ് ലോസ് ആകുന്നത്, എപ്പോഴാണ് പ്രോഫിറ്റ് ആകുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് അറിഞ്ഞതിന് ശേഷം വേണം ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ. അപ്പോൾ ആദ്യം നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയും. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ദ പ്രൈസ് ഓൺ വിച്ച് ദ അസറ്റ് ഈസ് പർച്ചേസ്ഡ് or the price at which the product or article is purchased. ഏത് വിലയ്ക്കാണ് ഒരു വസ്തു വാങ്ങുന്നത് ആ വിലയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാങ്ങിയ വില. അതിൻ്റെ മലയാളം വാങ്ങിയ വില എന്ന് പറയും. ഇനി അടുത്തത് സെല്ലിംഗ് പ്രൈസാണ്. ദ പ്രൈസ് അറ്റ് വിച്ച് ദ കമ്മോഡിറ്റി ഈസ് സോൾഡ്, അതാണ് സെല്ലിംഗ് പ്രൈസ്. എന്ത് വിലയ്ക്കാണോ ഈ വസ്തു വിൽക്കുന്നത് അതിനെയാണ് വിറ്റ വില എന്ന് പറയുന്നത്. വിറ്റ വില. ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് മീൻസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ അസറ്റ് ഈസ് പർച്ചേസ്ഡ് ഓർ ദ ആർട്ടിക്കിൾ ഈസ് പർച്ചേസ്ഡ്. സെല്ലിംഗ് പ്രൈസ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ ആർട്ടിക്കിൾ ഈസ് സോൾഡ്. വിറ്റ വില. ഏത് വിലയ്ക്കാണ് സാധനം വിൽക്കുന്നത് അതിനെയാണ് വിറ്റ വില എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോഫിറ്റ് എന്താണെന്ന് നോക്കാം. പ്രോഫിറ്റ് സാധനം വാങ്ങിയ വിലയേക്കാൾ കൂടിയ വിലയ്ക്ക് വിൽക്കുമ്പോഴാണ് അത് എന്തായി മാറുന്നത്, പ്രോഫിറ്റായി മാറുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുന്നതാണ് എന്താ, പ്രോഫിറ്റ്. ഇതാണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടിരിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് മൈനസ് പ്രോഫിറ്റ്, അതാണ് എന്താ, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, ഇതാണ് പ്രോഫിറ്റ്. നമുക്കൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ നമുക്കൊന്ന് മനസ്സിലാക്കുക എന്താണെന്ന്. എ മേൻ പർച്ചേസ്ഡ് റേഡിയോ. ഒരാളൊരു റേഡിയോ വാങ്ങി. ആൻഡ് ഫോർ ₹600. എന്ത് വിലയ്ക്കാണ് വാങ്ങിയത്? 600 ആണ് വാങ്ങുന്നത്. എന്നിട്ട് അതിൻ്റെ സോൾഡ് ഇറ്റ് ഫോർ ₹675. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയാണ് കോസ്റ്റ് പ്രൈസ്. CP എന്ന് പറയാം അതിന് 600. ദെൻ SP സെല്ലിംഗ് പ്രൈസ് 675. സോ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു P. പ്രോഫിറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ P. P ഈസ് ഈക്വൽ ടു SP മൈനസ്, അതായത് ലാഭത്തിനാണ് വിൽക്കുന്നതെങ്കിൽ സെയിൽ പ്രൈസ് ആയിരിക്കും കൂടുതൽ. ഇപ്പോൾ സെയിൽ പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുക. SP മൈനസ് CP ഈസ് ഈക്വൽ ടു 675 മൈനസ് 600. സോ ഹിയർ പ്രോഫിറ്റ് ഈസ് ₹75. ഇവിടെ പ്രോഫിറ്റ് 75 ഇനി നമുക്ക് ലോസ് എന്താണെന്ന് നോക്കാം. ലോസ് നേരെ മറിച്ച് വരും. ലോസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ലോസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് കൂടുതൽ, വാങ്ങിയ വില കൂടുതൽ. വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനം വിൽക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, നഷ്ടം ഉണ്ടാകുന്നത്. അപ്പം ലോസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, അതായത് CP മൈനസ് SP എന്ന് പറയും. ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. രാഹുൽ പർച്ചേസ്ഡ് TV ഫോർ ₹3,500. 3,500 മേടിക്കുന്നു. ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ ₹3,000. അപ്പോൾ ഇവിടെ കൂടിയ വിലയ്ക്കാണ് വാങ്ങുന്നത്, കുറഞ്ഞ വിലയ്ക്കാണ് ഇത് വിൽക്കുന്നത്. കൂടിയ വിലയ്ക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ കൂടിയ വിലയ്ക്ക് വാങ്ങിയിട്ട് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുമ്പോൾ അവിടെ എന്താണ് റിസൾട്ട് കിട്ടുന്നത്, നഷ്ടം. അപ്പോൾ ലോസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് കൂടുതലാണ്. അതുകൊണ്ട് കോസ്റ്റ് പ്രൈസിൽ നിന്ന് സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ലോസ് കിട്ടുന്നത്. കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, അതാണ് ഇവിടെ നമ്മൾ ഷോർട്ട് ഫോമിൽ കാണിച്ചിരിക്കുന്നത്. CP മൈനസ് SP, കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, അതാണ് എന്താ ലോസ് എന്ന് പറയുന്നത്. സോ ലോസ് ഈസ് ഈക്വൽ ടു, ഇവിടെ കോസ്റ്റ് പ്രൈസ് 3,500 3,500 മൈനസ് സെല്ലിംഗ് പ്രൈസ് 3,000. സോ ഈസ് ഈക്വൽ ടു 500 ആണ് ഇവിടെ ലോസ് വരുന്നത്. ഇനി ഇതെല്ലാം നമ്മൾ ഒരു പഠിക്കേണ്ട ഇക്വേഷൻസ്. ഇപ്പം നമ്മൾ രണ്ട് കാര്യമാണ് പഠിച്ചത്. പ്രോഫിറ്റ് എന്താണ്,
പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടു. പിന്നെ ലോസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എസ് പി മൈനസ് സി പി, ലോസ് ഈസ് ഈക്വൽ ടു സി പി മൈനസ് എസ് പി. ഇനി കോസ്റ്റ് പ്രൈസ് കാണാൻ എന്ത് ചെയ്യണം? കോസ്റ്റ് പ്രൈസ് കാണാൻ, വാങ്ങിയ വില കാണാൻ, പ്രോഫിറ്റിനാണ് വിൽക്കുന്നതെങ്കിൽ സെല്ലിംഗ് പ്രൈസിന് പ്രോഫിറ്റ് കുറച്ചാൽ മതി. സെല്ലിംഗ് പ്രൈസിന് പ്രോഫിറ്റ് കുറച്ചാൽ എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് കിട്ടും. ഇനി ലോസിനാണ് വിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സെല്ലിംഗ് പ്രൈസിനോടുകൂടി ലോസ് ആഡ് ചെയ്താലേ എന്ത് കിട്ടുള്ളൂ? സി പി, കോസ്റ്റ് പ്രൈസ് കിട്ടുകയുള്ളൂ. ഇനി സെല്ലിംഗ് പ്രൈസ് കാണാനായിട്ട് നേരെ ഓപ്പോസിറ്റ്. ലാഭത്തിനാണ് വിൽക്കുന്നതെങ്കിൽ കോസ്റ്റ് പ്രൈസിനോടുകൂടി, വാങ്ങിയ വിലയോടുകൂടി എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കൂട്ടണം. ഇനി സെയിൽ പ്രൈസ് ലോസിനാണ് വിൽക്കുന്നതെങ്കിലോ വാങ്ങിയ വിലയിൽ നിന്ന് ലോസ് കുറയ്ക്കണം. അപ്പം ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതുകൊണ്ട് ഇത് വീണ്ടും വീണ്ടും കണ്ട് ആവർത്തിച്ച് പഠിക്കുക. ഇനി ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകളായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു.